എല്ലാ സിനിമാ സെറ്റുകളിലും ഈ പരാതി പരിഹാര സെല്ലുകൾ വേണമെന്നുള്ള ആവശ്യത്തിന് ഒടുവിൽ ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ ഒരു കൃത്യമായ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി മുതൽ എല്ലാ സിനിമാ സെറ്റുകളിലും പരാതി പരിഹാര സമിതികൾ ICCകൾ ഉണ്ടാകും. ഈ ICCകളെ ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റി നേരിട്ട് നിരീക്ഷണം നടത്തും. ഈ ICC റിപ്പോർട്ടുകൾക്ക് ശേഷം മാത്രമായിരിക്കും ഇനി സിനിമകൾക്കൊക്കെ സെൻസറിങ്ങിന് പോലും അനുവാദം ലഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഫിലിം ചേംബറിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള നിർമ്മാതാവ് G. സുരേഷ് കുമാർ പറയുന്നത്. ആ പ്രതികരണത്തിലേക്ക് പോകാം. ഈ ഓരോ സെറ്റിലും IC രൂപീകരിക്കുമ്പോൾ അവിടെ അവർ പാലിക്കേണ്ട ചില കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാ സെറ്റിലും IC രൂപീകരിക്കുകയും അവരുടെ പേരുകൾ അവിടെ ഡിസ്പ്ലേ ചെയ്യുകയും പിന്നെ അവിടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ICയെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുകയും IC രൂപീകരിച്ചതിൻ്റെ മിനിറ്റ്സ് ഉണ്ടാക്കി IC മീറ്റിംഗ് നടത്തി ഒന്നോ രണ്ടോ മീറ്റിംഗ് നടത്തി അതിൻ്റെ മിനിറ്റ്സ് തയ്യാറാക്കി മോണിറ്ററിംഗ് കമ്മിറ്റി ഏൽപ്പിക്കണം എന്നുള്ളൊരു നിബന്ധനയും കൂടെ വെച്ചിട്ടുണ്ട്. ഈ IC തുടങ്ങുന്ന സമയത്തും ഈ തീരുന്ന സമയത്തും ഷൂട്ടിംഗ് തീരുന്ന സമയത്തും ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യങ്ങൾ നമ്മളെ അറിയിക്കാനായിട്ടുള്ളൊരു കാര്യങ്ങളും കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. രേഷ്മ ചേരുകയാണ്. രേഷ്മ, വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഇപ്പോൾ സിനിമയുടെ സെൻസറിങ് അനുവദിക്കണമെങ്കിൽ പോലും ആ രീതിയിൽ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നടക്കൂ എന്നൊരു തീരുമാനത്തിലേക്ക് ഫിലിം ചേംബർ പോകുമ്പോൾ കാലങ്ങളായുള്ള ഈ ആവശ്യത്തിന്റെ ഒരു പ്രസക്തിയും അതിപ്പോൾ നടപ്പിലാക്കിയതിന്റെ ഒരു സാഹചര്യവും. നിലവിൽ ICC എല്ലാ ഷൂട്ടിംഗ് സെറ്റുകളിലും അത് ശക്തമാക്കാനായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഈ പറയുന്ന ഫിലിം ചേംബറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സിനിമാ മേഖലയിലെ വിവിധ സംഘടനകൾ സംയുക്തമായിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. നേരത്തെ തന്നെ എല്ലാ ഷൂട്ടിംഗ് സെറ്റുകളിലും ICC ഉണ്ട്. പക്ഷേ പലയിടത്തും പേരിന് മാത്രം കാര്യക്ഷമമല്ലാത്ത രീതിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇതിനൊരു മാറ്റം കൊണ്ടുവരികയാണ് ഇത് ലക്ഷ്യമിട്ടിരിക്കുന്നത്. എന്തായാലും ഇനി ICCയിൽ ആരൊക്കെയാണ് ഉള്ളതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരണം. അത് കൃത്യമായിട്ട് ഫിലിം ചേംബറിനെ അറിയിക്കുകയും വേണം. അതുകൂടാതെ തന്നെ ഈ ഷൂട്ടിംഗ് ആരംഭിക്കുമ്പോൾ മുതൽ മിനിറ്റ്സ് തയ്യാറാക്കണം. അതിനുശേഷം അത് റിപ്പോർട്ടായിട്ട് ഫിലിം ചേംബറിന് കൈമാറണം. ഈ റിപ്പോർട്ട് കൈമാറാത്ത പക്ഷം യാതൊരു കാരണവശാലും സെൻസറിങ്ങിന് അനുമതി കൊടുക്കില്ല എന്നാണ് ഫിലിം ചേംബർ നിലവിൽ തീരുമാനം എടുത്തിട്ടുള്ളത്. മാത്രവുമല്ല, ഈ ആഭ്യന്തര പരാതി പരിഹാര സമിതിയിൽ നേരത്തെ നിർമ്മാതാവിനെ ഒഴിവാക്കിയിരുന്നു. അതിന് പുറമെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെയും സംവിധായകനെയും കൂടി ഒഴിവാക്കിയിട്ടുണ്ട്. എന്തായാലും എല്ലാ ഷൂട്ടിംഗ് സെറ്റുകളിലും കൃത്യമായിട്ട് ICC പ്രവർത്തിക്കുന്നുണ്ടോ, കാര്യക്ഷമമാണോ എന്ന് നിരീക്ഷിക്കാനായിട്ട് മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാകും. ഈ മോണിറ്ററിംഗ് കമ്മിറ്റി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ പരിശോധന നടത്തുകയും ചെയ്യും. നേരത്തെ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമാ ലൊക്കേഷനുകളിൽ കൂടി ICC വ്യാപിപ്പിച്ചത്. പക്ഷേ ആ പോഷ് ആക്ട് പ്രകാരം കൃത്യമായിട്ട് ICC പലയിടത്തും പ്രവർത്തിച്ചിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ ഫിലിം ചേംബർ കൂട്ടായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഈ ICC കൃത്യമായി പ്രവർത്തിക്കാത്ത പക്ഷം, അതിന്റെ മിനിറ്റ്സുകൾ കൈമാറാത്ത പക്ഷം സെൻസറിങ്ങിന് അനുവാദം ഉണ്ടാകില്ല. കർക്കശമായിട്ടുള്ള രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ പിന്തുടരുമെന്നും ഫിലിം ചേംബറിന്റെ പ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ട്.